നമസ്കാരം. വിവാഹേതര ബന്ധത്തിന് തടസ്സം നിന്നതിന് ഭർത്താവിനെയും ഭാര്യയും കാമുകനും ചേർന്ന് മരത്തടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഉത്തർപ്രദേശ് കാൺപൂരിലെ ലക്ഷ്മൺഖേഡ ഗ്രാമത്തിലാണ് സംഭവം. ധീരേന്ദ്ര പാസി എന്ന വ്യക്തിയുടെ കൊലപാതകത്തിൽ ഭാര്യ റീനയും കാമുകൻ സതീഷുമാണ് അറസ്റ്റിലായത്. മെയ് 11 രാത്രി വീട്ടിലായിരുന്നു കൊലപാതകം നടന്നത്. ധീരേന്ദ്ര വീടിന് പുറത്താണ് അന്നേ ദിവസം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിനകത്തും കുളിമുറിയിലും കണ്ടെത്തിയ രക്തക്കറയാണ് കേസിൽ വഴിത്തിരിവായത്. റീനയും അനന്തരവനായ സതീഷും തമ്മിൽ രഹസ്യബന്ധമുണ്ടായിരുന്നു. ധീരേന്ദ്ര ഇക്കാര്യം അറിയുകയും ഭാര്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെ ധീരേന്ദ്ര വീട്ടിൽ ക്യാമറ സ്ഥാപിക്കുമോ എന്ന ഭയത്തിലാണ് കാമുകനുമൊത്ത് റീന കൊലപാതകം ആസൂത്രണം ചെയ്തത്. മെയ് 11 വീടിന് പിന്നിലെ കട്ടിലാണ് ധീരേന്ദ്രയുടെ മൃതദേഹം കണ്ടെത്തിയത്. സതീഷ് സ്വന്തം പേരിൽ 2 സിം കാർഡ് വാങ്ങിയിരുന്നു. ഒന്ന് സ്വന്തം കയ്യിൽ വെച്ച ശേഷം മറ്റൊന്ന് റീനയ്ക്ക് കൈമാറിയിരുന്നു. ഇരുവരുടെയും ഫോണിൽ നിന്ന് റീനയുടെ അശ്ലീല ദൃശ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. റീനയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ മകനാണ് സതീഷ്. ഇരുവരും തമ്മിലുള്ള രഹസ്യബന്ധം അറിഞ്ഞതിന് പിന്നാലെ ധീരേന്ദ്ര വീട്ടിൽ CCTV ക്യാമറ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഗോതമ്പ് വിറ്റ് തുകയിൽ നിന്നും 25,000 രൂപ ഇത്തരത്തിൽ CCTV ക്യാമറ സ്ഥാപിക്കാൻ മാറ്റിവെച്ചിരുന്നു. ഇതറിഞ്ഞാണ് റീന കൊലപാതകം ആസൂത്രണം ചെയ്തത്. മെയ് 10 രാത്രി ഭക്ഷണത്തിൽ ഉറക്കഗുളിക നൽകി മയക്കിയ ശേഷമായിരുന്നു കൊലപാതകം. ബോധം പോയതോടെ സതീഷിനെ വിളിച്ചു വരുത്തി മരത്തടി ഉപയോഗിച്ച് തലക്കടിക്കുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ക്രൂരകൃത്യം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനും ഇവർ ശ്രമിച്ചു. 2 ആഴ്ച മുന്നേ ധീരേന്ദ്രയും മറ്റു ചിലരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇവരാകാം കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു റീന പോലീസിനെ ധരിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഈ മൊഴി അടിസ്ഥാനമാക്കിയായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ പിന്നീട് ലഭിച്ച തെളിവുകളും റീനയുടെ മൊഴിയിലെ വൈരുദ്ധ്യവുമാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിച്ചത്. ധീരേന്ദ്രയുടെ 70-കാരിയായ അമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. കൊലപാതകത്തിന് ശേഷം വീടിനകത്തുള്ള രക്തക്കറ വൃത്തിയാക്കാൻ പ്രതികൾ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതും ബന്ധപ്പെടുത്തിയുമുള്ള ചോദ്യം ചെയ്യലിൽ റീന കുറ്റം സമ്മതിക്കുകയായിരുന്നു. മണിക്കൂറുകളോളം റീനയും സതീഷും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ദിവസം 60 മുതൽ 100-നിടയിലുള്ള ഫോൺ കോളുകളാണ് ഇരുവരും തമ്മിൽ ചെയ്തിരുന്നത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്.